ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാർവേ ടാലറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ എന്താണ് എന്നതാണ്. സോ ആ ഒരു ചിന്തകളിൽ നിങ്ങളുണ്ടോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ 2 പൈലാണ് ചൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യാം. അതുപോലെ ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാരണം എല്ലാവരുടെയും എനർജി ഇതിൽ വരും. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആക്കുന്നത് എന്താണോ അത് മാത്രം എടുക്കുക, അല്ലാത്തെല്ലാം വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിതെപ്പോൾ കാണുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിട്ട് തുടങ്ങും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 7 ഓഫ് പെന്റക്കിൾ, നൈറ്റ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് പെന്റക്കിൾ, ക്യൂൻ ഓഫ് സ്വേർഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, അതുപോലെ എംപ്രസ് കാർഡ്. ഓക്കെ, നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്ന 5 ഓഫ് സ്വേർഡ്സ്, മജീഷ്യൻ, അതുപോലെ പേജ് ഓഫ് കപ്പ്. ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു 70% ആൾക്കാരും ഒരു സെപ്പറേഷനിലാണെന്നും അതുപോലെ ബാക്കിയുള്ള 30% ആൾക്കാരെ കോൺടാക്റ്റ് ഉണ്ടെങ്കിലും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിന്ന്, അതായത് ഒരു ലെസ് കോൺടാക്റ്റിലുള്ളവരെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മെയിനായും 2 സെനാറിയോസ് ആണ് കാണിക്കുന്നത്. ഒന്ന്, കുറച്ച് പേർക്ക് ഇവിടെ കരിയറിൽ പ്രോബ്ലം ഉള്ളതായിട്ട് കാണിക്കുന്നു. സോ അതുമൂലം ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിൽക്കുന്നു. ബാക്കി മെജോറിറ്റി ആൾക്കാരുടെ കേസിലും ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജി തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഒരു ഫെമിനിൻ എനർജി ആയിരുന്നു തേർഡ് പാർട്ടി ആയിട്ട് കിട്ടിയത്. സോ ആ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോഴും കാണുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇവിടെയും നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ മദർ ആകാം, അല്ലെങ്കിൽ സിസ്റ്റർ ആകാം, ഈവൻ അതൊരു ഫ്രണ്ടും ആകാം കേട്ടോ. എന്തായാലും നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞു കൊടുത്ത് നിങ്ങളും പേഴ്സണും തമ്മിലൊരു സെപ്പറേഷൻ എത്തിച്ചു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ കൺട്രോളിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇൻ കേസ് അത് മദറാണ് അല്ലെങ്കിൽ ഫാമിലി ഉള്ളവരാണ് തടസ്സമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൽ ഒരു വലിയ കടമ തന്നെ കടക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ അവരുടെ രാത്രികാല ചിന്തകളിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരിപ്പോഴും അവരുടെ ക്യൂൻ ഓഫ് കപ്പായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ജെൻസ് ആണെങ്കിൽ കിങ് ഓഫ് കപ്പായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക കേട്ടോ. നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും മാരേജ് പോസിബിൾ ആയിട്ടുള്ളവർക്കാണ് നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും നിങ്ങളിൽ ഒരു കുട്ടി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇനി മാരേജ് പോസിബിൾ അല്ലാത്തവർക്ക് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. ഞാൻ ഓൾറെഡി ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരുടെ പേഴ്സൺ കരിയറിൽ ഫോക്കസ്ഡ് ആണെന്നും. അങ്ങനെയുള്ളവർക്ക് മുൻപ് പറഞ്ഞൊക്കെ റെസനേറ്റ് ആകുവേ. ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് അവർക്ക് ഒരുപാട് പാഷൻ നിങ്ങളുടെ അടുത്തുള്ളതായിട്ടും കാണിക്കുന്നു. സോ അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നും നിങ്ങൾ വിവാഹം കഴിക്കണമെന്നും എന്ന പ്ലാനിങ്ങും കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ബോട്ടം എനർജിയിൽ 5 ഓഫ് സ്വേർഡ്സ് കിട്ടിയിരിക്കുന്നു. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ആ മാനിഫെസ്റ്റേഷൻ എല്ലാം വർക്ക് ആകുന്നതായിട്ടും കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ അറിഞ്ഞോ അറിയാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ഹാപ്പി ന്യൂസ് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കാം കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പോലും അതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കാതെ ഇരിക്കുന്ന ടൈമിലായിരിക്കും, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. അത് തികച്ചും നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, റെസനേറ്റ് ആകുന്നതിന് മാത്രം ക്ലെയിം ചെയ്യുക. ബിക്കോസ് നമുക്കിവിടെ അത്രയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തന്നെ ക്ലെയിം ചെയ്യുക കേട്ടോ. ബിക്കോസ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് നമ്മൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് ക്ലൂസ് നോക്കാം ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത ബ്രൗൺ എന്ന് പറയുന്നൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 29 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏജ് ആയിരിക്കാം. ഓക്കെ, P ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ T കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ നെയിമിനകത്തുണ്ടായിരിക്കുക. ഓക്കെ, വയനാട് എന്ന് പറയുന്ന ജില്ല കിട്ടിയിട്ടുണ്ട്. അടുത്ത ഫെബ്രുവരി എന്ന് പറയുന്ന മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, ആനിവേഴ്സറി ആയിരിക്കാം കേട്ടോ. ഓക്കെ, 5 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഓക്കെ, ലെറ്റർ G കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് പൂരിട്ടാതി നക്ഷത്രമാണ്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പൈലിൽ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് വാൻഡ്സ്, ഹാങ്ഡ് മാൻ, മൂൺ കാർഡ്, 10 ഓഫ് കപ്സ്, 9 ഓഫ് വാൻഡ്സ്, അതുപോലെ നൈറ്റ് ഓഫ് വാൻഡ്സ്.
ഓക്കെ, നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്ന 6 ഓഫ് കപ്പ്, ഹയറോഫൻറ്റ്, അതുപോലെ തന്നെ ഫുൾ കാർഡാണ്. ഇത് ഫസ്റ്റ് വാല്യൂവായിട്ട് ഏകദേശം സിമിലർ ആണ് കേട്ടോ. സിറ്റുവേഷൻ മാത്രമേ വ്യത്യാസമുള്ളതായിട്ട് കാണിക്കുന്നുള്ളൂ. ഇത് റെസനേറ്റ് ആകാത്തവർക്ക് ഫസ്റ്റ് വാല്യൂ വാച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഒരു 90% ആൾക്കാരും കറൻ്റ്ലി ഒരു സെപ്പറേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് ആണ്. അതായത് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി പ്രകാരം നിങ്ങളുടെ പേഴ്സണ് ഫാമിലിയിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന 10 ഓഫ് വാൻസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മേലിലാണ് ഫാമിലിയുടെ ചുമതല എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ കുടുംബത്തിലെ ഏക ആൺതരിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഇനി അഥവാ വീഡിയോ വാച്ച് ചെയ്യുന്നത് ജെൻസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആകാം അവരുടെ ഫാമിലിയിൽ മൂത്തത്, അല്ലെങ്കിൽ ഫാദറോ മദറോ ഒക്കെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഭാരം അവരുടെ തലയിലായിരിക്കും. ഇത് എനിക്കറിയില്ല കേട്ടോ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആക്കുമെന്ന്. ബിക്കോസ് ഇവിടെ കിട്ടുന്ന പ്രകാരം ആർക്കൊക്കെ ഉള്ളൊരു സ്പെസിഫിക് മെസ്സേജ് ആണ് ഇത്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഫസ്റ്റ് പേയിൽ വാച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണ് ഫാമിലിയിൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതിനാൽ അവരിപ്പോൾ തൽക്കാലം അവരുടെ കാര്യങ്ങളിൽ സ്റ്റക്കാണ്. സോ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് അവർക്ക് ഫീലിങ്സ് ഇല്ല, നിങ്ങൾ അവരുടെ പ്രയോറിറ്റി അല്ല എന്നൊക്കെ. ബട്ട് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എല്ലാം ആണ് നിങ്ങളെന്നാണ് എനർജി കിട്ടുന്നത്. എന്നാൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശമായതിനാൽ അവർ മനഃപൂർവ്വം ഒരു ബൗണ്ടറി വെച്ച് മാറി നിൽക്കുന്നതായിട്ടാണ് കിട്ടുന്നത്. നിങ്ങളോട് അവർക്ക് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് കേട്ടോ ഉള്ളത്. എന്നാൽ ആ ഒരു ഫീലിങ്സ് അവരുടെ സിറ്റുവേഷനിൽ മറ്റാരും അറിയാതിരിക്കാനായിട്ട് ഹൈഡ് ചെയ്ത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് നമുക്ക് മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു നിമിഷം നിങ്ങളെ കൂടെ കൂട്ടിയാൽ അവരുടെ ഗോൾസ് അച്ചീവ് ആകില്ല എന്ന ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം അവർ മനഃപൂർവ്വം ഗ്യാപ്പ് ഇട്ടത്. ബിക്കോസ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്ത് അവർ നടക്കും എന്നുള്ള ചിന്ത അവർക്കുണ്ടെന്നാണ് കാണിക്കുന്നത്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ ടൈം പോകും എന്നതിനാലാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത് അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി വേണമെന്നും നിങ്ങളെ കൂട്ടി ആരുമില്ലാത്ത എടുത്ത് പോയി ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നുമാണ് അവർ സ്വപ്നം കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അവരെപ്പോഴും ചിന്തിക്കാറുണ്ട്. ബിക്കോസ് നമുക്ക് 6 ഓഫ് കപ്പ് ബോട്ടം എനർജിയിൽ കിട്ടിയിട്ടുണ്ടേ. നിങ്ങളെ തനിച്ചാക്കിയതിൽ അവർക്ക് ഒരുപാട് വിഷമമുള്ളതായിട്ട് കാണിക്കുന്നു. അതുപോലെ നമുക്ക് ഹയറോഫൻറ്റ് കാർഡും ബോട്ടം എനർജിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഒരു മാരേജ് കാർഡാണ്. നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത് മാരേജിൻ്റെ കാര്യത്തിൽ. കാരണം നമുക്ക് 10 ഓഫ് കപ്പും അതുപോലെ ഹയറോഫൻറ്റ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ബോട്ടം എനർജിയിൽ വന്ന മറ്റൊരു കാർഡായിരുന്നു ഫുൾ കാർഡ്. അവർക്ക് നിങ്ങളുമായിട്ടൊരു ന്യൂ സ്റ്റാർട്ട് വേണം എന്ന അതിയായ ആഗ്രഹമുള്ളതായിട്ട് കാണിക്കുന്നു. സോ ഈ ഒരു സിറ്റുവേഷൻ റെസനേറ്റ് ആകുന്നവർ ഉറപ്പിച്ചോളൂ. അവരുടെ റെസ്പോൺസിബിലിറ്റി കൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് വരാത്തത്. ഒരുപക്ഷെ അവരുടെ ഫാമിലിയിൽ ഒരുപാട് കടം കാണുമായിരിക്കാം. സോ അവരായിരിക്കണം അതെല്ലാം നോക്കേണ്ടത്. പക്ഷെ അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ്. നിങ്ങളെപ്പറ്റി എന്നും ഓർക്കാറുമുണ്ട്. നിങ്ങളെ അവർ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു വൈഫ് മെറ്റീരിയൽ ആയിട്ടാണ് ഇപ്പോഴും കാണുന്നത്. അതുപോലെ ജെനുവിൻ ആണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഇപ്പോഴും നിങ്ങളോട് പാഷനുണ്ട്, അതുപോലെ അട്രാക്ഷനും ഉണ്ട്. അവർ ഉറപ്പായിട്ടും ഒരു റീയൂണിയന് വേണ്ടിയിട്ട് വരുമെന്നാണ് കാണിക്കുന്നത്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അവരുടെ വരവിനായിട്ട് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. എഴുതി തന്നെ ക്ലെയിം ചെയ്യുക കേട്ടോ. ബിക്കോസ് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ആകും കേട്ടോ. സോ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആയാൽ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. ഇനി റെസനേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബെൽ വാച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെ ക്ലൂസ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ കൊല്ലം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെയോ നെയിമിൽ കാണുമായിരിക്കാം. ഓക്കെ, 21 എന്ന് പറഞ്ഞ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏജ് ആയിരിക്കാം. ഓക്കെ, ബേർഡ്സ് കൂട്ടത്തോടെ വല്ല പറഞ്ഞു പോകുന്നത് നിങ്ങൾക്കൊരു സൈനായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് യു കിട്ടിയിട്ടുണ്ട്. അടുത്ത കണ്ടോ, ഫാമിലി അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 19 എന്ന് പറയുന്ന ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒക്ടോബർ എന്ന് പറയുന്ന മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഓക്കെ, അതുപോലെ ലെറ്റർ എൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് പൂരം എന്ന് പറയുന്ന നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്പർ 2 കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഫെബ്രുവരി മാസമായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, രേവതി നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ 28 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഏജും ആകാം. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.